പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകളായി ചെറിയ പ്ലോട്ടിൽ ഒരു 3 സെൻറ്റിൽ നിർമ്മിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ലെയർ മാട്രിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ആവശ്യപ്പെടുന്നു. സമയപരിമിതി മൂലമാണ് ഞാൻ അതിന് നിൽക്കാഞ്ഞത്. പിന്നെ ഒരു കാര്യം, ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു പകുതിയിലേറെ ആളുകളും സബ്സ്ക്രൈബ് പോലും ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ സാധാരണ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഞാൻ ലെയർ മാട്രിക്സിൻ്റെ ഡ്രോയിങ് സാധാരണ നമ്മൾക്ക് മാച്ച് ചെയ്ത് കൊടുക്കാനുള്ള നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന ഡ്രോയിങ്ങിലേക്ക് കോപ്പി ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഞാനതൊന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ ആവശ്യമില്ലാത്ത സംഗതികളൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. ഓട്ടോമേഷൻ മോഡിലാണ് ചെയ്യാൻ പോകുന്നത്. PDF-ൻ്റെ ലെയർ ഒഴിവാക്കി നമ്മുടെ ഡ്രോയിങ് ഒന്ന് അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇതിൽ പുതിയ ലെയർ സൈറ്റ് പ്ലാനിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം, അവിടേക്ക് എത്തുമ്പോഴേക്കും പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രോയിങ്ങിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് സൈറ്റ് പ്ലാൻ പ്രിൻ്റ് മാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സൈറ്റ് മാച്ച് ചെയ്തു, സർവീസ് പ്ലാൻ മാച്ച് ചെയ്തു. അടുത്തത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മാച്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക്, അടുത്ത വേസ്റ്റ് ഡിസ്പോസൽ പിറ്റ്, മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ. ഗ്രൗണ്ട് ഫസ്റ്റ്, സെക്കൻഡ്, പിന്നെ ടെറസ് ഫ്ലോർ. 3 സെൻറ്റാണ് പ്ലോട്ട്. 3 സെൻറ്റിൽ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് 3 നിലയും ഒരു സ്റ്റെയർ കേസുമാണ് കേട്ടോ. ഓക്കെ, 200 m² താഴെ ആവണം. ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് 3 സെൻറ്റിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്കുള്ള ഇളവുകൾ, പാർക്കിംഗ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇളവുകൾ കിട്ടുള്ളൂ. പാർക്കിംഗ്, പിന്നെ കെട്ടിട ഭാഗങ്ങളുടെ അളവുകൾ, അതിലൊക്കെ നമുക്ക് ഇളവുണ്ട്. 120 സ്റ്റെയർ വിഡ്ത്തൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്ലാൻ ഞാൻ മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോർ ബ്ലോക്ക് 1ലാണ് ചെയ്യുന്നത്. ഒറ്റ ബ്ലോക്കേ ഉള്ളൂ, ചെറിയ പ്ലോട്ടാണ്. ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലെയർ മാച്ച് ചെയ്ത് കൊടുത്തു. അടുത്തത് സെക്കൻഡ് ഫ്ലോറിൻ്റെ ലെയറാണ്. സെക്കൻഡ് ഫ്ലോറും നമ്മൾ കൃത്യമായി മാച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ സ്റ്റെയർ ക്യാബിനാണ്, ഓപ്പൺ ടെറസ് ആയിട്ട് റീഡ് ചെയ്യാനുള്ളതാണ്. ഇവിടെയൊക്കെ നമ്മൾ 3rd ഫ്ലോറിൻ്റെ ലെയറിന് മാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ടെറസ് ഫ്ലോർ ആയിട്ട് കാണിക്കണമെങ്കിൽ ലാസ്റ്റിൽ നമ്മൾ സ്റ്റെയർ ക്യാബിൻ മാർക്ക് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ 3rd ഫ്ലോറിൻ്റെ ലെയർ തന്നെ ടെറസ് ഫ്ലോറിന് മാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്ത എലിവേഷൻ. എലിവേഷൻ മാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത സെക്ഷൻ. സെക്ഷൻ മാച്ച് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ മാച്ച് ചെയ്യുമ്പോൾ ഞാൻ ആ ഷീറ്റും കൂടി ഒന്ന് മാറ്റിയിട്ടുണ്ട് സെക്ഷൻ്റെ ലെയറിലേക്ക്. അടുത്തത് എക്സ്കാവേഷൻ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് 1.5 മീറ്ററിൽ കൂടുതൽ ഡെപ്ത് വരുന്ന സാഹചര്യത്തിലൊക്കെയാണ് ഇത് ആവശ്യമുള്ളത്. അത് ചെയ്യുന്നില്ല. പാർക്കിംഗ് പ്ലാൻ നമുക്ക് 3 സെൻറ്റിന് താഴെയുള്ള പ്ലോട്ടാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് പാലിച്ചിട്ടാണ് നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പാർക്കിംഗ് പ്ലാൻ ആവശ്യമില്ല.
അടുത്തത് സൈറ്റ് പ്ലാനിൽ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. പ്ലോട്ട് ബൗണ്ടറിയാണ് ആദ്യം മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി വരച്ച് വെച്ചിട്ടുള്ള ലൈന് കൃത്യമായി ഒരു വാല്യൂ കൊടുത്ത് പുറത്തേക്കൊന്ന് മൂവ് ചെയ്തിടുക. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു 35 മീറ്റർ എന്നുള്ളൊരു അളവിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ബോർഡർ കൊടുത്താൽ മതി. ബോർഡർ കൊടുത്ത് താഴത്തെ ലൈനൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഇത്രയും ചെയ്താൽ പ്ലോട്ട് ബൗണ്ടറി നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തിരിച്ച് ആ 35 മീറ്റർ ഒന്ന് അവിടെ തന്നെ കൊണ്ടുപോയി ഇടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പ്ലോട്ട് ബൗണ്ടറീൻ്റെ ഡയമെൻഷൻസ് സൈറ്റ് പ്ലാനിൽ ശരിക്കും കാണിക്കേണ്ട കാര്യമില്ല, കാരണം അത് ഓട്ടോമാറ്റിക് ജനറേറ്റ് ആയി വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ താൽക്കാലികമായിട്ട് അത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന സമയത്ത് പാസ്സായി കഴിഞ്ഞാൽ PDF ഡ്രോയിങ്സിൽ കൃത്യമായിട്ട് നോക്കുക വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡയമെൻഷൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് അപ്ഡേഷൻ്റെ ഭാഗമായിട്ടൊക്കെയാണ്. അങ്ങനത്തെ ചെറിയ കാര്യങ്ങളിലൊക്കെ ഓരോ മെയിൻ്റനൻസും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് കാണാത്തത്. പല കാര്യങ്ങളും നമുക്ക് ചെറിയ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അത് പഞ്ചായത്തിലും കൂടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കാര്യമായിട്ടൊരു അപ്ഡേഷൻ വരാനുണ്ട്. അപ്പോൾ പ്ലോട്ട് ബൗണ്ടറി നമ്മൾ മാർക്ക് ചെയ്തു. അടുത്തത് ബിൽഡിംഗ് ഫുട് പ്രിൻ്റ് നമുക്ക് എറർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഫ്ലോർ പ്ലാനിൽ ഏതെങ്കിലും ഒരു ഫ്ലോറിൽ വരയ്ക്കുക. വരച്ചതിന് ശേഷം അതേ ലൈൻ ജസ്റ്റ് മൂവ് ചെയ്ത് സൈറ്റ് പ്ലാനിൽ കൊണ്ടുവന്നിടാം. ഒറ്റ ഫ്ലോറിൽ വരച്ചാൽ മതി, അത് നമുക്ക് എല്ലാ ഫ്ലോറിലേക്കും കോപ്പി ചെയ്തിടാം. അതിനുശേഷം ഫ്ലോർ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സൈറ്റ് പ്ലാനിൽ നിന്നും കോപ്പി ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ കുറേ പേർക്ക് രണ്ടിൻ്റെ ഏരിയ ഡിഫറൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എറർ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവായി കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ സൈറ്റ് പ്ലാനിൽ ബിൽഡിംഗ് ഫുട് പ്രിൻ്റ് കാണിച്ചിട്ടുണ്ട്. അടുത്തത് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ഫുട് പ്രിൻ്റാണ്, നമുക്ക് ഇതിൽ ആവശ്യമില്ല. അപ്പോൾ ആ ബിൽഡിംഗ് ഫുട് പ്രിൻ്റ് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം യാർഡ്സ് മാർക്ക് ചെയ്യാനാണ്. അതിന് തൊട്ട് മുമ്പ് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ഫുട് പ്രിൻ്റ് ഉണ്ട്, നമുക്കത് ഇല്ലാത്തത് കൊണ്ടാണ് പറയാത്തത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് യാർഡ്, റിയർ യാർഡ്, സൈഡ് യാർഡ് 2 ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു 35 മീറ്റർ ഞാൻ മൂവ് ചെയ്തിടുന്നുണ്ട് പുറത്തേക്ക്. ഈ ഫുട് പ്രിൻ്റും പ്ലോട്ട് ബൗണ്ടറി ലൈനും മൂവ് ചെയ്തിടുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യാർഡ്സ് മാർക്ക് ചെയ്യേണ്ടത് ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസാണ്. ബൗണ്ടറിയിലേക്ക് വരുന്ന ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബൗണ്ടറിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം. എപ്പോഴും ബൗണ്ടറിക്ക് 90 ഡിഗ്രി ആയിട്ട് തന്നെ വരണം. പലരും ഈ യാർഡ്സ് വരച്ച് വയ്ക്കുന്നുണ്ട്, യാർഡ്സിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. കാണാനുള്ള വൃത്തിക്കാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പലരുടെയും ധാരണ. നമുക്ക് സൈറ്റ് പ്ലാൻ ഇപ്പോൾ നോർത്ത് അനുസരിച്ച് ഇങ്ങനെയാണ് പ്ലോട്ട് ബൗണ്ടറി വരുന്നത് വിചാരിക്കാം. പക്ഷെ നമ്മൾ വീട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ പലരും ഡയമെൻഷനൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെ നല്ല വൃത്തിക്ക് നല്ല ഉഷാറാക്കിയിട്ട് സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ട്. ഈ രീതിയിൽ ഡയമെൻഷൻ കൊടുക്കുന്നത്, അതായത് ഡയമെൻഷൻ എടുത്ത് കാണിച്ചു തരാം, ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല, നമ്മളുടെ കാണാനുള്ള വൃത്തിക്കല്ല ഡയമെൻഷൻ സെറ്റ് ബാക്ക് കൊടുക്കുന്നത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് കാണാനുള്ള വൃത്തിക്കല്ല സെറ്റ് ബാക്ക് കൊടുക്കുന്നത്. സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് പ്ലോട്ടും ബിൽഡിങ്ങും തമ്മിലുള്ള ഏറ്റവും ചുരുങ്ങിയ ഡിസ്റ്റൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എപ്പോഴും പ്ലോട്ട് ബൗണ്ടറിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഇത് 3 സെൻറ്റ് ആണ് പ്ലോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് 3 സെൻറ്റിന് ഇളവുകളുണ്ട്. അത് മാത്രമല്ല 3 സെൻറ്റിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്നത് പ്രൈവറ്റ് റോഡാണ്. ആ പ്രൈവറ്റ് റോഡിൽ നിന്ന് നമുക്ക് 2 മീറ്ററാണ് കീപ്പ് ചെയ്യേണ്ടത്. ഇവിടെ ഈ ഒരു റോഡില്ല, സൈഡിലൂടെയാണ് റോഡ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ശരിക്കും 180 മതി കേട്ടോ. 3 സെൻറ്റിന് അങ്ങനത്തെ ഒക്കെ ഇളവുകളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് യാർഡ്സ് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ പെർപെൻഡിക്കുലർ പോയിൻ്റ് കാണിക്കുന്നുണ്ട്, അതിലേക്കാണ്
വരയ്ക്കേണ്ടത് കേട്ടോ. ഞാനിങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെയല്ലല്ലോ യാർഡ്സ് വരയ്ക്കുന്നതെന്ന് പലർക്കും തോന്നുന്നുണ്ടാവും. ഇത് ഒരു എളുപ്പ വഴിയാണ് കേട്ടോ. അതിനാണ് ഞാനിപ്പോൾ ഇത് പുറത്തേക്ക് മൂവ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വരച്ചതിന് ശേഷം ജസ്റ്റ് ബോർഡർ കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും യാർഡ്സ് വരയ്ക്കുമ്പോൾ പ്ലോട്ട് ബൗണ്ടറി ആയിട്ട് യാർഡ്സ് ടച്ച് ചെയ്യണില്ല, അല്ലെങ്കിൽ ബിൽഡിംഗ് ഫുട് പ്രിൻറ്റുമായിട്ട് യാർഡ് ടച്ച് ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എറർ വരുന്നുണ്ട്. അത് അവർ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നീങ്ങി കിടക്കുന്നുണ്ടായിരിക്കാം. ഒരുപാട് സൂം ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ നീങ്ങി കിടക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ സൂം ഔട്ട് ചെയ്യുമ്പോൾ അത് അറിയണില്ല. കണ്ടോ, അങ്ങനെ നീങ്ങി കിടക്കുന്നതായിട്ട് ഇവിടെ നമുക്ക് തോന്നുന്നേ ഇല്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള മാർക്കിങ് നമ്മളെ സഹായിക്കും കേട്ടോ. അതിനുശേഷം നമുക്ക് ആ ലേയേഴ്സൊക്കെ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കാം. ബ്ലോക്ക് 1ൻ്റെ ഫ്രണ്ട് യാർഡ്, ബ്ലോക്ക് 1ൻ്റെ റിയർ യാർഡ്, ബ്ലോക്ക് 1ൻ്റെ സൈഡ് യാർഡ് 1, ബ്ലോക്ക് 1ൻ്റെ സൈഡ് യാർഡ് 2. അത് ഞാനൊന്ന് കോപ്പി എടുക്കുന്നുണ്ട്. ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കോപ്പി പേസ്റ്റ് എടുത്ത് ചെയ്യുന്നത്. ഓക്കെ, ഫ്രണ്ട് യാർഡ്, റിയർ യാർഡ്, സൈഡ് യാർഡ് 1, സൈഡ് യാർഡ് 2. നമുക്ക് 3 സെൻറ്റിന് പറയുന്ന സൈഡ് യാർഡ് 65 സെൻറ്റിമീറ്ററാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് പറയുന്ന 60 സെൻറ്റിമീറ്ററാണ്. റിയർ യാർഡ് പറയുന്ന 1 മീറ്ററാണ്. അപ്പോൾ ഞാനിവിടെ 65 കൊടുക്കാൻ കാരണം കൺസ്ട്രക്ഷൻ സമയത്ത് എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ, പ്ലാസ്റ്ററിങ്ങിലോ എന്തിലെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കാര്യമായ രീതിയിൽ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 5 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ, കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ 35 മീറ്ററാണ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരിച്ച് 35 മീറ്റർ തന്നെ നമുക്ക് മൂവ് ചെയ്തിടാം. ഇവിടെ ഉണ്ട് കേട്ടോ, ഇതിൻ്റെ താഴെയായിട്ട് കാണാത്താണ്. ഒന്ന് റീജൻ ചെയ്താൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, നമ്മളെ യാർഡ്സിൻ്റെ ഡയമെൻഷൻസൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. എന്നാലും ഞാനിതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ചില ഓവർസിയർമാർ ഇത് കാണിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്, റിപ്പോർട്ടാക്കുന്നുണ്ട്. ആകെ കൺജസ്റ്റഡ് ആവുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൂടെ തന്നെ യാർഡ്സിൻ്റെ ഡയമെൻഷൻ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയി വരും. പക്ഷേ ഒരു യാർഡിന് ഒരു വശത്ത് മാത്രമേ ഡയമെൻഷൻ വരുന്നുള്ളൂ കേട്ടോ. ഏറ്റവും കുറഞ്ഞത് നോക്കിയിട്ട്, ഇനിയിപ്പോൾ രണ്ടും സെയിം ആണെങ്കിൽ ഒരു വശത്ത് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് കാണിക്കാൻ വേണ്ടി അത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ യാർഡ്സ് മാച്ച് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് കവറേജ് ലൈനാണ്. കവറേജ് ഈ ഒരു ബിൽഡിങ്ങിന് നമുക്ക് വരുന്നത് സെയിം ഫുട് പ്രിൻറ്റിൻ്റെ ലൈൻ തന്നെയാണ്. അത് ജസ്റ്റ് ഒന്ന് ഞാനൊരു 5 മീറ്റർ പുറത്തേക്ക് കോപ്പി ചെയ്യുന്നുണ്ട്. അതിനുശേഷം കവറേജിൻ്റെ ലെയർ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മീറ്റർ തിരിച്ച് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കവറേജ് കഴിഞ്ഞു. ഇനി കവറേജ് ഡിഡക്ഷൻ ഉണ്ട്, നമുക്ക് ആവശ്യമില്ല. അടുത്ത ഷെയ്ഡ്സ് ആൻഡ് ഓവർഹാങ് ഞാൻ ജസ്റ്റ് റിയർ സൈഡിൽ കാണിക്കുന്നുണ്ട്. കൃത്യമായി പ്ലാൻ പ്രകാരം തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കട്ടെ. ക്ലോസ്ഡ് പോളിലൈൻ ഉപയോഗിച്ചായിരിക്കണം വരയ്ക്കേണ്ടത്. അതിനുശേഷം ആ ലെയർ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, സോളാർ അസിസ്റ്റഡ് ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് സിസ്റ്റം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലോക്സ്, റിക്രിയേഷൻ സ്പേസ്, നമുക്ക് അതൊന്നും ആവശ്യമില്ലാത്തതാണ്. ഈ ഒരു കേസിലാണ് പറയുന്നത് കേട്ടോ. ബിൽഡിംഗ് ടു ബി ഡീമോളിഷ്ഡ്, ഡ്രെയിനേജ് ലൈന്, വാട്ടർ ലൈന്, ടെലി ലൈന്, ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക. അടുത്ത പോഡിയത്തിൻ്റെ റൂളാണ്, നമുക്ക് ആവശ്യമില്ല. അടുത്തത് യാർഡ്സ് ഫോർ കൺസ്ട്രക്ഷൻ ബിലോ ദ ഗ്രൗണ്ട് ലെവൽ, അത് ബേസ്മെൻറ്റ് ഫ്ലോറൊക്കെ വരുന്ന സാഹചര്യത്തിലുള്ളതാണ്, ആവശ്യമില്ല. ആക്സസറി ബിൽഡിങ്ങിൻ്റെത് നമുക്ക് ആവശ്യമില്ല, ഒഴിവാക്കി. റോഡ് വൈഡനിങ് ഇവിടെ വരുന്നില്ല, അത് ഒഴിവാക്കി. സ്പ്ലൈ മാർക്കിംഗ് ഇല്ല, ഒഴിവാക്കി.
എക്സിസ്റ്റിംഗ് ആക്സസറി ബിൽഡിംഗ്. നേരത്തെ പറഞ്ഞ പ്രൊപ്പോസ്ഡ് ആണ്, ഇത് എക്സിസ്റ്റിംഗ് ആണ്, ആവശ്യമില്ല. അടുത്തത് അർബൻ ഫോറസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ലെയറാണ്. ഇത് നമുക്ക് 3 സെൻറ്റിൻ്റെ കേസിലൊന്നും ആവശ്യമായി വന്നിരുന്നില്ല, അത് തൽക്കാലം ഒഴിവാക്കുന്നുണ്ട്. നമുക്ക് സ്ക്രൂട്ടിനി ചെയ്ത് നോക്കാം. അതിലെന്തെങ്കിലും വിഷയങ്ങൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ കൊടുക്കാം കേട്ടോ. അടുത്തത് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ ഓക്യുപ്പൻസി ഐ, നമുക്ക് ആവശ്യമില്ല. ഈ ഒരു ലെയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളിത് വരച്ച് കഴിഞ്ഞാൽ സ്ക്രൂട്ടിനി ചെയ്യുന്ന സമയത്ത് അതിൽ എറേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് തൽക്കാലം അത് ചെയ്യണ്ട. പിന്നീട് അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട സാഹചര്യം എത്തുമ്പോൾ അത് മാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എറർ വരും കേട്ടോ. ഇപ്പോൾ വിഷയമൊന്നുമില്ല, നമുക്കത് മാച്ച് ചെയ്യാതെ ഒഴിവാക്കി വിട്ടാൽ മതി. അടുത്ത റോഡ് മാർക്ക് ചെയ്യാനാണ്. നമുക്ക് അൺനോട്ടിഫൈഡ് റോഡാണ്, ആകെ ഒരു റോഡേ ഉള്ളൂ. ഇപ്പോൾ സൈറ്റ് പ്ലാനിൽ പോളി ലൈൻ എടുത്തിട്ട് നമ്മൾ റോഡ് വരച്ചു കൊടുക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടി ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം അതൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ചെയ്യാം. ഇവിടെ ഏറ്റവും മിനിമം നമ്മൾ പാലിക്കേണ്ടത് 2 മീറ്ററാണ് ബിൽഡിങ്ങിൻ്റെ ലൈൻ ഇവിടെ വരുന്നത്. ഇതാണ് പുതുതായിട്ട് ഉൾപ്പെടുത്തിയ ലെയർ അനുസരിച്ച് നമ്മൾ കാണിക്കേണ്ട ഡിസ്റ്റൻസ് കേട്ടോ. ഇവിടെ വരുന്ന റോഡ് ഏത് ടൈപ്പ് ആണോ ആ റോഡിനനുസരിച്ചുള്ള ഡിസ്റ്റൻസ് ഇവിടെ കൊടുക്കണം. അതിന് ലെയർ വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ലൈൻ തന്നെ ഓഫ്സെറ്റ് ചെയ്തിട്ടത്, ഇത് ഓൾറെഡി വരച്ചത് പോളി ലൈനാണ്. പോളി ലൈൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെയും ലൈൻ വരയ്ക്കേണ്ടത്. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബൗണ്ടറീൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി നിൽക്കരുത് കേട്ടോ. പുറത്തേക്ക് തന്നെ നമ്മൾ ബൗണ്ടറീനെ ക്രോസ് ചെയ്ത് പോകുന്ന രീതിയിൽ വരയ്ക്കാം. വരച്ചതിന് ശേഷം കണ്ടോ, ഈ ക്ലൗഡ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് പുതിയ ലെയർ. ഈ ലെയറിലും മുകളിൽ കണ്ടിട്ടുള്ള റോഡിൻ്റെ ലെയേഴ്സൊക്കെ ഇതിലും വന്നിട്ടുണ്ടായിരിക്കും. റോഡിൻ്റെ ടൈപ്സ് ഇതിൽ വന്നിട്ടുണ്ടായിരിക്കും. ഏത് ടൈപ്പ് റോഡാണെന്നുള്ള ലെയറിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അൺനോട്ടിഫൈഡ് റോഡ് ആണല്ലോ നമുക്ക് ആവശ്യം. ആ ലെയർ ഒന്ന് നമ്മളിപ്പോൾ ഓഫ്സെറ്റ് ചെയ്ത ലൈനൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തത് സൈറ്റ് പ്ലാനിൽ നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കാനുള്ള കുറച്ച് ലെയേഴ്സ് ഉണ്ട്, അതിൻ്റെ കാര്യമാണ്. ഇതൊക്കെ ഞാൻ വരച്ച് കാണിച്ചു തരേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇല്ലയെന്ന് എനിക്കറിയാം. ഇതൊക്കെ നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചതാണ്. അപ്പോൾ ഞാൻ മുമ്പ് വരച്ച് വെച്ച റെക്റ്റാങ്കിൾസൊക്കെ ഒന്ന് മാച്ച് ചെയ്ത് മാത്രം കാണിച്ചു തരുന്നുണ്ട്. ഓപ്പൺ വെല്ല് നമുക്ക് വരുന്നില്ല. വേസ്റ്റ് ഡിസ്പോസൽ ഫെസിലിറ്റി പ്രപ്പോസ്ഡ് യെല്ലോ കളറാണ് കേട്ടോ. അപ്പോൾ സൈറ്റ് പ്ലാനിലെ വേസ്റ്റ് ഡിസ്പോസൽ ഫെസിലിറ്റി മാച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സെപ്റ്റിക് ടാങ്ക് മാച്ച് ചെയ്തു. ബയോഗ്യാസ് ആവശ്യമില്ല. വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഈ ഒരു ലെയർ കാണിക്കാത്തത് കൊണ്ട് എറർ വരുന്നുണ്ട് കേട്ടോ. മുമ്പൊക്കെ നമുക്ക് ഇതില്ലാതെ ചെയ്യാൻ പറ്റിയിരുന്നു. എന്തായാലും ഞാനത് വരച്ച് വെച്ചിട്ടുണ്ട്. മാച്ച് ചെയ്ത് കൊടുക്കുക. റൂൾ അനുസരിച്ച് നിർബന്ധം തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം. അടുത്തത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. സൈറ്റ് പ്ലാനിൽ പ്രപ്പോസ്ഡ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതുപോലെ ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, അതും കൂടി അതിൻ്റെ കൂടെ മാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ടെക്സ്റ്റ് എത്ര കപ്പാസിറ്റി ഉണ്ട് എന്നത് കാണിക്കാൻ വേണ്ടി ആ ഒരു ടെക്സ്റ്റും കൂടി ഇവിടെ കൊണ്ടുവന്നിടാം. ഞാൻ മുമ്പ് ചെയ്ത സമയത്ത് കപ്പാസിറ്റി കാണിച്ചതിൻ്റെ ടെക്സ്റ്റ് ഇവിടെ കിടക്കുന്നുണ്ട്, അത് ഒഴിവാക്കി ഇതൊന്ന് അങ്ങോട്ട് വയ്ക്കുന്നുണ്ട്. 1728 ലിറ്ററാണ് ആവശ്യം, അതൊന്ന് കാണിക്കാം. ഇപ്പം ഞാൻ മാച്ച് ചെയ്യുന്നത് മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ. ഇപ്പോൾ സെപ്റ്റിക് ടാങ്ക്, വേസ്റ്റ് ഡിസ്പോസൽ പിറ്റ്, അതുപോലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഇതൊക്കെ മാച്ച് ചെയ്യുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇത് നമ്മൾ ക്ലോസ്ഡ് പോളി ലൈൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചോ നമ്മൾ മുമ്പ് വരച്ച് വെച്ചതിന് മുകളിലൂടെ വരച്ചിട്ട് വേണം മാച്ച് ചെയ്യാൻ കേട്ടോ. ഞാൻ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയാത്തതാണ്. കാണുന്നവർക്ക് ബോറടിക്കുമല്ലോ ഒന്നുമില്ലെങ്കിൽ.
ഞാൻ ഈ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും 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 എന്തിനാ പറയുന്നതെന്നുള്ള അവർക്ക് തോന്നൂലേ. അപ്പോൾ അവർക്ക് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. നമുക്ക് ഈ റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ് വാട്ടർ, സോളിഡ് ആൻഡ് ലിക്വിഡ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി, ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നുണ്ട്. അതിൻ്റെ താഴെ ഇലക്ട്രിക് ലൈന് പാസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഹൊറിസോണ്ടലായിട്ട് കാണിക്കാനുള്ള ഡിസ്റ്റൻസ് സൈറ്റ് പ്ലാനിലാണ് കാണിക്കേണ്ടത്. നമുക്കിതിലില്ല. അടുത്ത സർവീസ് പ്ലാനിൽ കാണിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നമുക്ക് അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങിനാണ് വരുന്നത്, അതും നമുക്ക് ആവശ്യമില്ല. പാർക്കിംഗ് പ്ലാന് നിലവിൽ നമുക്ക് ഈ 3 സെൻറ്റിന് നമ്മൾ ചെയ്ത പ്ലാൻ പ്രകാരം ആവശ്യമില്ല. അടുത്ത് ഫ്ലോർ പ്ലാൻസിൽ കാണിക്കാനുള്ള കാര്യങ്ങളാട്ടോ. പ്രൊപ്പോസ്ഡ് ബിൽട്ടപ്പ് ഏരിയ, ഇതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ കുറച്ച് ഏരിയ കുറവ് വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ ഒരു കാൻലിവർ വരാന്ത വരുന്നുണ്ട്. ഗ്രൗണ്ടിൽ നമുക്ക് വരാന്താസ് ഒന്നുമില്ല, ഡയറക്റ്റ് സ്ലോപ്പ് ചെയ്തിട്ടാണ്, നാച്ചുറൽ സ്ലോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബിൽട്ടപ്പ് ഏരിയ ലൈന് മുമ്പ് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം ഏരിയ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സൈറ്റ് പ്ലാനിൽ വരച്ച് വെച്ചിട്ടുള്ള ഫുട് പ്രിൻ്റ് ലൈൻ ഉണ്ടായിരിക്കും. ഇത് നമ്മളുടെ ബിൽട്ടപ്പ് ഏരിയ ലൈൻ തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൻ്റെ സെക്കൻഡ് ഫ്ലോറിൻ്റെ ബിൽട്ടപ്പ് ഏരിയ ലൈൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഫസ്റ്റിലേക്കും സെക്കൻഡിലേക്കും കോപ്പി ചെയ്തിടുകയാണെങ്കിൽ അവിടെ ആ ലെയർ മാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഗ്രൗണ്ടിലും ഇത് കോപ്പി ചെയ്തിട്ടിട്ട് വെർട്ടെക്സ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഗ്രൗണ്ടിൽ ആ ലൈനൊന്ന് കോപ്പി ചെയ്തിടുക. അതിനുശേഷം നമുക്ക് കണ്ടോ ഇവിടെ ഇത്ര ഏരിയ കുറവാണ് ഗ്രൗണ്ടിൽ വരുന്നത്. അപ്പോൾ അതൊന്ന് മൂവ് ചെയ്തതിന് ശേഷം ഇവിടെ വെർട്ടെക്സ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ലെയർ മാറ്റാനേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബിൽട്ടപ്പ് ഏരിയ ലൈനൊക്കെ ഇതിൽ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. ഞാനതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതില്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്. സൈറ്റ് പ്ലാനിൽ വരച്ചിട്ടുള്ള ലൈനും ഫ്ലോർ പ്ലാനിൽ വരച്ചതും വ്യത്യാസം വരണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ കോപ്പി ചെയ്തിട്ട് കാണിച്ചു തന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയക്ക് ചെയ്യാം, ഇതൊക്കെ പല രീതിയിലും ചെയ്യാൻ പറ്റും. എറർ കൂടാതെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള നിങ്ങൾ ഒരു തവണ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഏത് രീതിയിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ബിൽട്ടപ്പ് ഏരിയ ലൈന് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബിൽട്ടപ്പ് ഏരിയ ലൈനൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. തൊട്ട് റൈറ്റ് സൈഡിൽ സെക്കൻഡ് ഫ്ലോറിൻ്റെ ലൈൻ ഉണ്ടായിരിക്കും, അതൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് ടെറസ് ഫ്ലോറിൽ സ്റ്റെയർ ക്യാബിൻ മാത്രമാണ് നമ്മൾ തേർഡ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. അതൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ കട്ടൗട്ട്സ് മാർക്ക് ചെയ്യാനുണ്ട്. അതായത് ബിൽട്ടപ്പ് ഏരിയയിൽ നിന്നും ഡിഡക്ഷൻ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാനാണ്. ബിൽട്ടപ്പ് ഏരിയ എന്ന് ഫ്ലോർ ഏരിയയ്ക്ക് വേണ്ടിയുള്ള ഡിഡക്ഷൻ അല്ല, കട്ടൗട്ട് വരുന്നുണ്ടെങ്കിൽ ബിൽട്ടപ്പ് ഏരിയ അതിൽ നമുക്ക് അത്ര ഏരിയ ഡിഡക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് വരുന്നില്ല, അതുകൊണ്ട് അത് തൽക്കാലം ഒഴിവാക്കിയതിന് ശേഷം ഡിഡക്ഷൻ ഫോർ ഫ്ലോർ ഏരിയ ഞാൻ ഓൾറെഡി ഇവിടെ ലൈന് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പാസേജിൻ്റെ ലൈൻ ഇവിടെ, വരാന്തൻ്റെ ലൈൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും. ഗ്രൗണ്ടിൽ പിന്നെ ഡയറക്റ്റ് ആക്സസ് ആയതുകൊണ്ട് ഞാൻ വരച്ചിട്ടില്ല. അപ്പോൾ ഫ്ലോർ ഏരിയയ്ക്ക് വേണ്ടിയുള്ള ഡിഡക്ഷനിൽ ഫുൾ ഡിഡക്ഷനും ഹാഫ് ഡിഡക്ഷനും ഉണ്ട്. നമുക്ക് വരാന്ത, ഓപ്പൺ വരാന്താസൊക്കെ വരുന്നത് ഹാഫ് ഡിഡക്ഷനിലാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലെയർ എടുത്തതിന് ശേഷം ഇവിടെ ലൈൻ ഉണ്ട് കേട്ടോ, കണ്ടോ? ആ ലൈനൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് സെക്കൻഡ് ഫ്ലോറിൻ്റെ ലെയർ മാച്ച് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ട് മാച്ച് ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് ബിൽട്ടപ്പ് ഏരിയ റെഗുലറൈസേഷൻ്റെയും എക്സിസ്റ്റിങ്ങിൻ്റെയാണ് കേട്ടോ. നമ്മൾ ഈ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് എക്സിസ്റ്റിംഗ് ബിൽഡിങ് വരുന്ന സാഹചര്യത്തിൽ ചെയ്യേണ്ടത്. റെഗുലറൈസേഷനൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അത് ഒഴിവാക്കുക.
അടുത്ത ഓക്യുപ്പൻസി കളർ കോഡ്. നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ബിൽട്ടപ്പ് ഏരിയ ലൈന് കൊമേഴ്ഷ്യൽ ഓക്യുപ്പൻസിക്ക് ഏത് ടൈപ്പ് ലൈനാണ് കൊടുക്കേണ്ടത് നോക്കുക. കണ്ടോ, കൊമേഴ്ഷ്യൽ ഓർ പാർക്കിംഗ് പ്ലാസ 8ാം നമ്പർ കളർ കോഡാണ് ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള ബിൽട്ടപ്പ് ഏരിയയ്ക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. ഫസ്റ്റിലെ ഡിഡക്ഷൻ, സെക്കൻഡിലെ ഡിഡക്ഷൻ, തേർഡ് ഫ്ലോർ. ഇത്രയും സെലക്ട് ചെയ്തിട്ട് കളർ 8 നമ്മളിവിടെ കൊടുക്കണം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തൽക്കാലം ഒഴിവാക്കുക. അടുത്ത് ടിപ്പിക്കൽ ഫ്ലോർസ്. ടിപ്പിക്കലാണെങ്കിൽ നമുക്ക് ടിപ്പിക്കൽ ഫ്ലോർ ആയിട്ട് മാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്ത പാർക്കിംഗ് ഏരിയ ഇൻസൈഡ് ദ ബിൽഡിങ്ങിന് ഉള്ളിൽ വരുന്ന സാഹചര്യത്തിൽ അത് ചെയ്യണം. ലിഫ്റ്റ്, മെസനൈൻ ഫ്ലോർസ് നമുക്ക് ആവശ്യമില്ല. ഫയർ സ്റ്റെയർ നമുക്ക് ആവശ്യമില്ല. ജനറൽ സ്റ്റെയറിന് ഞാൻ ഇതുപോലെ ട്രെഡും ലാൻഡിങ്ങും സ്റ്റെയർ ക്യാബിനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ലെയർ മാത്രം ഒന്ന് മാച്ച് ചെയ്ത് പോകട്ടോ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ഫസ്റ്റ് ജനറൽ സ്റ്റെയർ 1ൻ്റെ ബ്ലോക്ക് 1ൽ ആദ്യം മാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് സ്റ്റെയർ ക്യാബിനാണ്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സ്റ്റെയർ ക്യാബിൻ. ഇവിടെ താഴെ ഉണ്ട് കേട്ടോ. അടുത്തത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ സ്റ്റെയർ ക്യാബിൻ. മാറി വന്നിട്ടുണ്ട്. ലൈന് താഴെ ആയതുകൊണ്ടാണ് കാണാത്തത്. ഞാൻ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം മാറി വന്നത്. അടുത്ത സെക്കൻഡ് ഫ്ലോറിൻ്റെ സ്റ്റെയർ ക്യാബിൻ. അടുത്തത് തേർഡ് ഫ്ലോർ. നമ്മൾ ടെറസ് ഫ്ലോറാണ്. നമ്മൾ തേർഡ് ഫ്ലോർ ആയിട്ടാണ് മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡിൽ സ്റ്റെയർ ക്യാബിൻ കാണിച്ചത് ഉള്ളിലൂടെ പോളി ലൈൻ വരച്ചിട്ടാണ്. പക്ഷേ ഓപ്പൺ ടെറസ് ആയിട്ട് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ടെറസിലെ സ്റ്റെയർ ക്യാബിൻ്റെ ബിൽട്ടപ്പ് ഏരിയ ലൈൻ എന്താണോ അത് തന്നെ ആയിരിക്കണം സ്റ്റെയർ ക്യാബിൻ്റെ ലൈനും. അതായത് അതേ ഏരിയ തന്നെ ആയിരിക്കണം. ലെയറിൽ മാത്രമേ വ്യത്യാസം പാടുള്ളൂ. ലൈനൊക്കെ സെയിം ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ലൈന് വരച്ചിട്ടുണ്ട്. അതിന് താഴെ ഇപ്പോൾ കണ്ടോ പോളി ലൈന് വേറെ വന്നിട്ടുണ്ട് നമ്മളുടെ സ്റ്റെയർ ക്യാബിൻ എന്ന് പറഞ്ഞ ലെയറിൽ. പിന്നെ ഇതിന് ചെറിയ ബിൽഡിംഗ് ആയതുകൊണ്ട് നമുക്ക് ഫയർ എസ്കേപ്പ് സ്റ്റെയർ ഒന്നും ആവശ്യമില്ല. ഫയർ എസ്കേപ്പ് സ്റ്റെയർ നമുക്ക് ആവശ്യമുള്ള സാഹചര്യത്തിൽ ഈ പറഞ്ഞ ബിൽട്ടപ്പ് ഏരിയ ലൈനുമായിട്ട് സ്റ്റെയർ ക്യാബിൻ്റെ ലൈൻ ഒരു വശമെങ്കിലും ടച്ച് ചെയ്തിരിക്കണം കേട്ടോ. കാരണം ഫയർ എസ്കേപ്പ് സ്റ്റെയറിൻ്റെ ഒരു നിയമം അനുസരിച്ച് ഒരു വശമെങ്കിലും ഔട്ട്സൈഡ് വാളിനോട് ചേർന്നിരിക്കണമെന്നുണ്ട്. അപ്പോൾ ഈ ഔട്ട്സൈഡ് വാളിനോട് ചേർന്നിരിക്കണ്ടോ ഇല്ലേ എന്നുള്ളത് എങ്ങനെ അറിയാം? അതിന് വേണ്ടിയിട്ടാണ് സ്റ്റെയർ ക്യാബിന് നമ്മൾ ഉള്ളിലൂടെ വരയ്ക്കുകയാണെങ്കിൽ കൂടിയും ഒരു വശമെങ്കിലും നമ്മൾ ബിൽട്ടപ്പ് ഏരിയനോട് കണക്ട് ചെയ്ത് കാണിക്കണം കേട്ടോ, ബിൽട്ടപ്പ് ഏരിയൻ്റെ ലൈനിനോട്. ഓക്കെ, അത് ഔട്ട്സൈഡ് വാളാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമുക്കത് ആവശ്യമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ലാൻഡിംഗ് ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ലാൻഡിങ് കൃത്യമായി മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഫസ്റ്റ് ഫ്ലോർ ലാൻഡിങ് ആണ്. ഫസ്റ്റ് ഫ്ലോർ ലാൻഡിങ് മാച്ച് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് ഫ്ലോർ ലാൻഡിങ് മാച്ച് ചെയ്ത് കൊടുക്കുക. തേർഡ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ടെറസ് ആയതുകൊണ്ട് ലാൻഡിങ്ങോ സ്റ്റെപ്സോ ഒന്നും വരയ്ക്കാനില്ല, സ്റ്റെയർ ക്യാബിൻ മാത്രമേ മാച്ച് ചെയ്യാൻ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സ്റ്റെപ്സ് മാർക്ക് ചെയ്യാനാണ്, മാച്ച് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ജനറൽ സ്റ്റെയർ 1 ബ്ലോക്ക് 1 പോയി കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ
സ്റ്റെപ്സ് നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത ഇത് ചെയ്ത് അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലെയറും മാച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതേ രീതിയിൽ സെക്കൻഡ് ഫ്ലോറും നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ടെറസിൽ ചെയ്യാനില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെറസിൽ ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തതിന് ശേഷം ഗ്രൗണ്ട്, ഫസ്റ്റ്, സെക്കൻഡ് ഈ 3 ഫ്ലോറിലും നമ്മൾ ഈ ടെക്സ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിടുക. അതിനുശേഷം എത്രയാണ് നമ്മൾ കൊടുത്തിട്ടുള്ള ഹൈറ്റ് നോക്കുക. സ്ലാബിൻ്റെ ടോപ്പിലേക്കാണ് നമ്മൾ സ്റ്റെയറിൻ്റെ ഹൈറ്റ് കണക്കാക്കേണ്ടത്. ഒരു സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള ഹൈറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ 3.3 ആണ് നമ്മൾ പ്ലാനിൽ കാണിച്ചിട്ടുള്ളത്. അത് മീറ്റർ അളവിൽ കൃത്യമായിട്ട് 3.3 എന്ന് പറഞ്ഞിട്ട് തന്നെ കാണിക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ സ്റ്റെയർ ക്യാബിൻ്റെ ലെയർ മാച്ച് ചെയ്ത് കൊടുത്തല്ലോ, അതേ ലെയറിൽ ഈ ടെക്സ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കണം. വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യട്ടോ. കണ്ടോ, കൃത്യമായിട്ട് ഫ്ലോർ 0, അതായത് ബ്ലോക്ക് 1 ഫ്ലോർ 0 സ്റ്റെയർ 1 മാച്ചായി വന്നിട്ടുണ്ട്. ഇതൊന്ന് കോപ്പി എടുത്ത് നമ്മൾ ഫസ്റ്റിലും സെക്കൻഡിലും കൊണ്ടുവന്ന് വയ്ക്കുക. ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും നമുക്ക് ഹൈറ്റ് വന്നിട്ടുള്ളത് 3.1 ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് 3.1 കൊടുക്കാം. അതിനുശേഷം ആ ലെയർ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്റ്റെയർ ക്യാബിൻ്റെ ലെയറാണ് മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. സെക്കൻഡ് ഫ്ലോറും 3.1 ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ റാംസ് ഇൻ ദ പ്ലേസ് ഓഫ് ലിഫ്റ്റിന് പകരം നൽകുന്ന റാമ്പുകൾ നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്തതാണ്. എസ്കലേറ്റർ ആവശ്യമില്ല. അടുത്തത് ടോയ്ലറ്റ്സിൻ്റെ കാര്യമാണ്. ടോയ്ലറ്റ്സിന് നമുക്ക് ശരിക്കും റൂൾ നമ്പർ 42 അനുസരിച്ചുള്ള ടോയ്ലറ്റ്സാണ് 3 സെൻറ്റിന് താഴെ വരുന്ന പ്ലോട്ടിൽ നിർമ്മിക്കുന്ന ബിൽഡിങ്ങുകൾക്ക് ആവശ്യമുള്ളൂ. അതിൻ്റെ കണ്ടീഷൻസൊക്കെ പാലിച്ചിട്ട് ചെയ്യുന്ന ബിൽഡിങ്ങുകൾക്ക് മാത്രം കേട്ടോ. അപ്പോൾ അതായത് ഏരിയ ഒക്കെ പറയുന്നുണ്ട് 200 m² താഴെ ആവണമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് കൂട്ടി ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഒരു നിയമസാധ്യത നമുക്ക് കിട്ടില്ല കേട്ടോ. ഞാനെന്തായാലും ടോയ്ലറ്റ് ഇവിടെ വരച്ചിട്ടുണ്ട്. DA ടോയ്ലറ്റും ലേഡീസ് ടോയ്ലറ്റും ഒക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം, മാച്ച് ചെയ്ത് പോവാം. നമുക്കിവിടെ റൂൾ നമ്പർ 34 അനുസരിച്ചാണ് നമ്മൾ സാനിറ്ററി ഡീറ്റെയിൽസ് കാണിക്കേണ്ടത്. പക്ഷേ റൂൾ നമ്പർ 42 ആണ് DA ടോയ്ലറ്റിൻ്റെ റൂൾ വരുന്നത്. അപ്പോൾ DA ടോയ്ലറ്റിൻ്റെ റൂൾ മാത്രമേ ഇതിന് ബാധകമായിട്ടുള്ളൂ. ടോയ്ലറ്റ്സിൻ്റെ കാര്യത്തിൽ നമ്മളുടെ 34 അനുസരിച്ചുള്ള റൂൾസ് ഇതിന് ബാധകമല്ല. എന്നാലും ഞാനിത് മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് DA ടോയ്ലറ്റ് ആയതുകൊണ്ട് ബ്ലോക്ക് 1ൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ DA ടോയ്ലറ്റ് മാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്ലോക്ക് 1ൻ്റെ ഫ്ലോർ 1 വാട്ടർ ക്ലോസറ്റ് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കുക. തൊട്ട് റൈറ്റ് സൈഡിൽ ഫ്ലോർ 2 പറയുന്നുണ്ട്, അതൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ യൂറിനൽസ്
യൂറിനൽസ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെയും സെക്കൻഡ് ഫ്ലോറിൻ്റെ ലെയർ ഞാനൊന്ന് കോപ്പി ചെയ്ത് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൻ്റെ യൂറിനൽസ് മാച്ച് ചെയ്ത് കൊടുത്തു, സെക്കൻഡ് ഫ്ലോറിൻ്റെത് മാച്ച് ചെയ്ത് കൊടുത്തു. അത് ഒഴിവാക്കി ഞാൻ ഫസ്റ്റിലും സെക്കൻഡിലും കാണിച്ച ടോയ്ലറ്റ് ശരിക്കും ജെൻസ് ടോയ്ലറ്റിന് ഈ കളർ കോഡ് തന്നെ വരുന്നത്. കളർ കോഡിൻ്റെ കാര്യം അടുത്ത ഓപ്ഷനിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലേഡീസ് ടോയ്ലറ്റിന് ശരിക്കും യെല്ലോ കളറാണ് കൊടുക്കേണ്ടത്. അടുത്തത് വാഷ് ബേസിനാണ്. വാഷ് ബേസിന് ഇതുപോലെ ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് 3 ഫ്ലോറിൽ ഞാൻ പറഞ്ഞു 34 അനുസരിച്ചാണ്, റൂൾ നമ്പർ 34 അനുസരിച്ചാണ് ഇതൊക്കെ കാണിക്കേണ്ടത്. പക്ഷേ ഈ 3 സെൻറ്റിന് കീഴിലുള്ള കെട്ടിടങ്ങൾക്ക് ഇത് ആവശ്യമില്ല. ഞാനിവിടെ മുൻപ് വരച്ച് വെച്ചത് കൊണ്ടും ടോയ്ലറ്റ്സ് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ വാഷ് ബേസിന് മാച്ച് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഫ്ലോറിലത് മാച്ച് ചെയ്യാം, സെക്കൻഡ് ഫ്ലോറ് മാച്ച് ചെയ്യാം. അതിനുശേഷം അത് ഒഴിവാക്കുക. എക്സിറ്റ് എടുത്ത ഡോറാണ് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ അത് ഡയമെൻഷനായിട്ടാണ് നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. ഞാൻ ഓൾറെഡി ഇവിടെ ഡയമെൻഷൻ കാണിച്ചിട്ടുണ്ട്, അത് തന്നെ ഒന്ന് മാച്ച് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് രണ്ടാമത് വരയ്ക്കുന്നത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ലെയർ വെച്ചിട്ട് നമ്മൾ ഫ്ലോർ 0-ൽ പോവുക, മാച്ച് ചെയ്ത് കൊടുക്കുക. തൊട്ട് റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലെയർ ഉണ്ട്, അതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഫ്ലോറിലും മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് സെക്കൻഡ് ഫ്ലോറിൻ്റെ ലെയറാണ്, അതും ഒന്ന് പ്ലാനിൽ വന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് എക്സിറ്റ് എടുത്ത് സ്റ്റെയർ ഉണ്ട്, നമ്മൾ ഡയമെൻഷനായിട്ട് സ്റ്റെയറിൻ്റെ എക്സിറ്റ് എടുത്ത് മാച്ച് ചെയ്ത് കൊടുക്കാനാണ്. അതും ഇതുപോലെ തന്നെയാണ്, ഡയമെൻഷനായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ 3 ഫ്ലോറിൻ്റെ ലെയർ കൊടുത്തിട്ടുണ്ട്, ഈ 3 ഫ്ലോറിൻ്റെ ലെയർ വെച്ചിട്ടൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. 3 അല്ല, നമുക്ക് 4 ഫ്ലോർ വേണ്ടി വരും. കാരണം ടെറസിൽ നമ്മൾ ഡോറിൻ്റെ എക്സിറ്റ് എടുത്ത് കാണിച്ചിട്ടില്ലെങ്കിലും സ്റ്റെയർ എക്സിറ്റ് എടുത്ത് നിർബന്ധമായിട്ടും കാണിക്കണം കേട്ടോ ടെറസ് ഫ്ലോറിൽ. ടെറസിലേക്ക് ആക്സസ് ഉണ്ടാകുമ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ 4 ലെയറും മാച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആദ്യം ഗ്രൗണ്ട് ഫ്ലോറിൽ ഡയമെൻഷൻ മാച്ച് ചെയ്ത് കൊടുക്കുക, ഫസ്റ്റ് ഫ്ലോറിൽ അതേപോലെ തന്നെ മാച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റെയറിൻ്റെ എക്സിറ്റ് എടുത്ത് കാണിക്കുമ്പോൾ ഒരു ഫ്ലൈറ്റിൻ്റെ വിടുത്താണ് നമ്മൾ ഡയമെൻഷനായിട്ട് കാണിക്കേണ്ടത് കേട്ടോ. ആ കാണിച്ച ഡയമെൻഷനാണ് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് പാസേജസ്, ഇതുപോലുള്ള പാസേജസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന പാസേജ് സ്റ്റെയറിൻ്റെ വീതിനേക്കാളും കുറയാൻ പാടില്ല എന്നൊക്കെ റൂളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അത് കൊടുക്കേണ്ടത്, നമുക്കത് ആവശ്യമില്ല. അടുത്ത റാംസ് ഫോർ ഡിസേബിൾഡ് പേഴ്സൺസ്, അവർക്കുള്ള റാമ്പാണ്. അതിൻ്റെ ലെയർ റാമ്പ് 1ൻ്റെ ലെയറും ഈ ഒരു ടെക്സ്റ്റും കോപ്പി ചെയ്യുക. അതിനുശേഷം ഫ്ലോർ പ്ലാനിൽ ഞാൻ ഓൾറെഡി ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്, ഒന്ന് ആ ലെയർ മാച്ച് ചെയ്ത് കൊടുക്കുക. ആ ലെയർ ഒഴിവാക്കിയതിന് ശേഷം ടെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളൊരു സൈസിലേക്ക് സ്കെയിൽ ചെയ്യുക. അതിനുശേഷം അവിടെ ആ സ്ലോപ്പ് ഒന്ന് കാണിക്കട്ടെ. 1:12 നമ്മളുടെ DA റാമ്പ് കാണിക്കേണ്ടത്. അപ്പോൾ ആ ഒരു സ്ലോപ്പ് തന്നെ നമ്മളവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ റാമ്പിൻ്റെ ലെയറുമായിട്ടൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, റാമ്പിൻ്റെ ഓപ്ഷൻ കഴിഞ്ഞു. അടുത്ത് ഇൻ ബിൽഡിംഗ് സൊല്യൂഷൻസ്, 3 ഫ്ലോർ പ്ലാനിലും കൊണ്ടുപോയിട്ട് കാണിക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു പ്ലാനിൽ ബിൽഡിംഗ് സൊല്യൂഷൻ കാണിക്കുക. ഞാനിവിടെ ഓൾറെഡി റെക്റ്റാങ്കിൾ വരച്ച് വെച്ചത് മാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ മാക്സിമം ട്രാവൽ ഡിസ്റ്റൻസ് നമ്മൾ കാണിക്കുന്നത് എന്തിനാണ്?
ഓരോ ഫ്ലോറിലും ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കേണ്ട ദൂരം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എമർജൻസി സിറ്റുവേഷനിലൊക്കെ എത്ര ദൂരം സഞ്ചരിക്കണം എന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. 30 മീറ്ററിൽ കൂടുതൽ നമുക്ക് ഡിസ്റ്റൻസ് വരാൻ പാടില്ല. എന്തായാലും ഇതിൽ ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടോ, ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കേണ്ട ദൂരം. ഇത് പോളിലൈൻ ഉപയോഗിച്ച് വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ വരച്ചിട്ടുണ്ട്, സെക്കൻഡ് ഫ്ലോറിൽ വരച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് ഈ 3 ഫ്ലോറിലും ഒന്ന് ലെയർ മാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബ്ലോക്ക് 1ൻ്റെ ഗ്രൗണ്ട്, ഫസ്റ്റ്, സെക്കൻഡ് ലെയർ ഒന്ന് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ടിൽ മാച്ച് ചെയ്തു. ഫസ്റ്റ് ചെയ്യുക, സെക്കൻഡ് ചെയ്യുക. ടെറസിലുണ്ട് കേട്ടോ, ടെറസിലും കാണിക്കണേ. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ടെറസിലും വരുന്നുണ്ട്. 3-ാം നമ്പറായിട്ട് കാണിച്ചിട്ടുള്ള ഫ്ലോർ. ഓക്കെ, അതിനുശേഷം ആ ലെയർ ഒന്ന് ഒഴിവാക്കുക. അടുത്ത ഫ്ലോർ ഫുട് പ്രിൻ്റ്, ഗ്രൗണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഈ ലെയറൊക്കെ ഞാനൊന്ന് ഫ്ലോർ പ്ലാനിലേക്ക് ഒന്നും കൂടി നേരത്തെ കോപ്പി ചെയ്തിട്ടതുപോലെ ഈ ലെയറും കൂടി കൊണ്ടുവന്നിടുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആദ്യം പറഞ്ഞു ഈ ഫുട് പ്രിൻറ്റിൻ്റെ ലെയറിൽ ഒരുപാട് പേർക്ക് എറർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൈറ്റ് പ്ലാനിൽ വരച്ചിട്ടുള്ള ഫുട് പ്രിൻറ്റ് ഒന്ന് കോപ്പി എടുത്തിട്ട് ബാക്കി എല്ലാ ഫ്ലോർ പ്ലാൻസിലും കൊണ്ടുവന്ന് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ലെയർ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് മൂവ് ചെയ്ത് വെച്ചു. എന്നിട്ട് കോപ്പി എടുത്ത് ബാക്കി എല്ലാ ഫ്ലോറിലേക്ക് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ്, സെക്കൻഡ്, ടെറസ് ഫ്ലോർ, തേർഡ് ഫ്ലോർ ആയിട്ട് കാണിച്ചിട്ടുള്ള ടെറസ് ഫ്ലോറിലും കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ ഓൾറെഡി മാച്ച് ചെയ്ത് കൊടുത്തു. അടുത്ത ഫസ്റ്റ് ഫ്ലോർ മാച്ച് ചെയ്തു, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ. അത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ A1 റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സ്, നമുക്കിതൊന്നും ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ സെക്ഷനിലുള്ള കാര്യങ്ങളും കൂടി നമുക്കിനി ചെയ്യാനുള്ളൂ. സെക്ഷനിൽ നമുക്ക് ആദ്യം ആവറേജ് ഗ്രൗണ്ട് ലെവൽ മാർക്ക് ചെയ്യണം. ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവറേജ് ഗ്രൗണ്ട് ലെവൽ, ഫ്ലോർ ലെവൽ, സീലിംഗ് ലെവലൊക്കെ മാർക്ക് ചെയ്യണം. ഇതൊന്നും പോളിലൈൻ ഉപയോഗിച്ച് വരയ്ക്കരുത് കേട്ടോ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഞാൻ ഗ്രൗണ്ട് ലെവൽ ഒന്ന്, ബ്ലോക്ക് 1ൻ്റെ ഗ്രൗണ്ട് ലെവൽ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം റൂഫ് ലെവൽ മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റെയർ ക്യാബിൻ അടക്കം ഒരിക്കലും റൂഫ് ലെവൽ മാച്ച് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. സ്റ്റെയർ ക്യാബിൻ നമ്മളുടെ ബിൽഡിംഗ് ഹൈറ്റിൽ ഉൾപ്പെടാത്ത സംഗതിയാണ്. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് ഓവർ ഹെഡ് ഇലക്ട്രിക് ലൈൻ. നമ്മൾ സൈറ്റ് പ്ലാനിൽ ഇലക്ട്രിക് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കാണിക്കുന്ന കാര്യം പറഞ്ഞു. സെക്ഷനിൽ നമുക്ക് വെർട്ടിക്കലായിട്ടാണ് ആ ഡിസ്റ്റൻസ് കാണിക്കേണ്ടത് കേട്ടോ. അതിന് വേണ്ടിയുള്ള ലെയറാണ്, ഡയമെൻഷനായിട്ടാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഇനി ഫ്ലോർ ലെവലും സീലിംഗ് ലെവലും എങ്ങനെ മാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഫ്ലോർ ലെവൽ 1 മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഫ്ലോർ ലെവൽ 1. അടുത്ത സെക്കൻഡ് ഫ്ലോറിൻ്റെ ഫ്ലോർ ലെവൽ 1. അടുത്ത നമ്മൾ സ്റ്റെയർ ക്യാബിൻ, ഓപ്പൺ ടെറസിലെ സ്റ്റെയർ ക്യാബിനാണ് ഫ്ലോർ 3 ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫ്ലോർ ലെവൽ 1.
2 ലൈൻ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ താഴെ ഒരു ലൈനും കൂടി ഉണ്ട്, അത് മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഇപ്പോൾ നമ്മൾ ഈ ചെയ്തതുപോലെ തന്നെ സീലിംഗ് ലെവൽ, ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സീലിംഗ് ലെവൽ 1, ഫസ്റ്റ് ഫ്ലോറിൻ്റെ സീലിംഗ് ലെവൽ 1, സെക്കൻഡ് ഫ്ലോറിൻ്റെ സീലിംഗ് ലെവൽ 1. അടുത്തത് സ്റ്റെയർ ക്യാബിനാണ്, 3rd ഫ്ലോറായിട്ട് കാണിച്ചിട്ടുള്ള ഫ്ലോറാണ്. സീലിംഗ് ലെവൽ 1 മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ കളർ കോഡ് പറയുന്നുണ്ട്. അപ്പോൾ കളർ കോഡ് നമുക്ക് ഗ്രൗണ്ട് ലെവലിനും റൂഫ് ലെവലിനും കളർ കോഡിൻ്റെ ആവശ്യമില്ല. അല്ലാത്ത കേസിൽ ഇപ്പോൾ ഈ സീലിംഗ് ലെവലും ഫ്ലോർ ലെവലും മാർക്ക് ചെയ്ത് കൊടുത്തതിന് അതിന് മാച്ച് ചെയ്ത് കൊടുത്ത ലൈൻസിനൊക്കെ നമ്മൾ കണ്ടോ, എഫ് എന്ന് പറഞ്ഞ A2 BCE FHI ഈ പറഞ്ഞ ഒക്യുപ്പൻസിയൊക്കെ നമ്മൾ 2ാം നമ്പറിലുള്ള കളർ കോഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ലൈൻസൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കളർ കോഡ് 2ാം നമ്പറിലുള്ള മാറ്റി കൊടുക്കുക. ഈ യെല്ലോ സെലക്ട് ചെയ്താൽ മതി. ഞാൻ 2 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ സെലക്ട് ചെയ്താലും സെയിം തന്നെ വരാം കേട്ടോ, സെയിം ലെയറിന് വരാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് 3 സെൻറ്റിൽ വരയ്ക്കുന്ന ബിൽഡിങ്ങിന് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഇതിൽ പ്ലാൻ ഇൻഫോ ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾ ഏതെങ്കിലും സൈഡ് അബട്ട് ചെയ്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ അബട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അബട്ട് ചെയ്യുന്ന സൈഡിൽ നമുക്ക് യാർഡ്സ് വരയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. പലരും ഇവിടെ അബട്ട് ചെയ്യുന്ന ഭാഗത്ത് എസ് കൊടുത്തിട്ട്, ഇപ്പോൾ ഏത് ഭാഗമാണ് NOC ടു അബട്ട് സൈഡ്, ഇവിടെ എസ് കൊടുത്തിട്ട് ആ സൈഡിൽ കൊണ്ടുപോയിട്ട് യാർഡ് വരയ്ക്കുന്നവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അബട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ എന്തിനാണ് യാർഡ്സ് വരയ്ക്കുന്നത്? അവിടെ യാർഡിൻ്റെ ആവശ്യമില്ല, അവിടെ ഓൾറെഡി അബട്ട് ചെയ്തെടുക്കാനുള്ള അനുമതി നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. എന്തായാലും അടുത്ത ഒരു വീഡിയോയിൽ ഇതിലും കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീണ്ടും കാണാം. 10-ാം തീയതിന് മുമ്പൊക്കെ ആയിട്ട് അടുത്തൊരു അപ്ഡേഷൻ, കാര്യമായിട്ടുള്ളൊരു അപ്ഡേഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.